ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ്. ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് വില്ലേജ് ഇൻ മലാവി. മലാവിയിലെ വില്ലേജിലെ അവസ്ഥയെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയാലോ. Good morning. This is Akash and Veena report live from a small village in Malawi. Here people are facing hard time with no rain. ഇനി ഇതിൻ്റെ മീനിങ് നോക്കിയാലോ. ഗുഡ് മോർണിംഗ് പറഞ്ഞു, പിന്നെ ഇത് ആരാണെന്ന് പറഞ്ഞു, ആകാശും വീണയാണെന്നും പറഞ്ഞു. എവിടെ നിന്നാണ്? സ്മോൾ വില്ലേജും അല്ലേ, മലാവിയിലെ സ്മോൾ വില്ലേജിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ജനങ്ങളൊക്കെ കുറേ കാലമായി മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇതിന്റെ ബാക്കി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? ക്രോപ്സ് ഹാവ് ഫെയിൽഡ്, ലീവിംഗ് ഫാമിലീസ് വിത്ത് ലിറ്റിൽ ഫുഡ് ടു ഈറ്റ്. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്സ്, മെനി ചിൽഡ്രൻ ആർ മിസ്സിംഗ് ക്ലാസ്സസ് ബിക്കോസ് ദേ ഹാവ് ടു ഹെൽപ്പ് their parents find water and food. Lack of electricity makes life even harder as homes and schools remains in darkness. Drinking water is scarce and people are struggling to stay healthy. എന്താണ് പറയുന്നത്? ക്രോപ്സ് ഹാവ് ഫെയിൽഡ്, വിളകളൊക്കെ നശിച്ചു. ലിവിങ് ഫാമിലീസ് വിത്ത് ലിറ്റിൽ ഫുഡ് ടു ഈറ്റ്, അല്ലേ, ജനങ്ങൾക്ക് അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ ഇല്ലാത്തായി. According to the reports, many children are missing classes because they have to help their parents find water and food. കണക്കുകൾ പ്രകാരം ധാരാളം കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? അവർ അവരുടെ പേരൻസിനെ സഹായിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി സഹായിക്കാൻ? വെള്ളവും ഭക്ഷണവും കളക്ട് ചെയ്യാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഒഴിവാക്കി. Lack of electricity makes life even harder as homes and schools remain in darkness. ഇലക്ട്രിസിറ്റി, കറണ്ട് അല്ലേ, വൈദ്യുതി ഇല്ലാത്തത് കാരണം വീടുകളിലും സ്കൂളുകളിലും ഒക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് അനുഭവിച്ചു. ഡ്രിങ്കിങ് വാട്ടർ ഇസ് സ്കേഴ്സ് ആൻഡ് പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ് ടു സ്റ്റേ ഹെൽത്തി, അല്ലേ, എന്താണ്, വെള്ളത്തിന് പോലും ക്ഷാമം വന്നു. അങ്ങനെ ജനങ്ങളൊക്കെ എന്താണ്, ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പോരാടുക. അവർക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായി. ഇനി അടുത്ത പാരഗ്രാഫ്. ബട്ട് ദർ ഈസ് ഹോപ്പ് എമംഗ് ഫ്രം ഓൾ ദീസ് ചാലഞ്ചസ്. എ യങ് ബോയ് നെയ്മഡ് വില്യം കംകവ ഹാസ് ബിൽറ്റ് എ windmill using scrap materials. This windmill generates electricity and pumps water for irrigation, helping the village fight hunger and bring back hope. എന്താണ് പറയുന്നത്? ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ വെല്ലുവിളികൾക്കൊക്കെ ഒരു പ്രതീക്ഷ വന്നു. എങ്ങനെയാണ്? എ യങ് ബോയ് നെയ്മഡ് വില്യം കാംക്വാബ ഹാസ് ബിൽറ്റ് എ വിൻഡ്മിൽ യൂസിങ് സ്ക്രാപ്പ് മെറ്റീരിയൽസ്, അല്ലെ, വില്യം എന്ന് പറയുന്ന ആൺകുട്ടി എന്ത് ചെയ്തു? സ്ക്രാപ്പ് മെറ്റീരിയൽസ്, അല്ലെ, ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഒരു വിൻഡ് മില്ല് സ്ഥാപിച്ചു. This windmill generates electricity and pumps water for irrigations. ഈ വിൻഡ് മില്ല് എന്ത് ഉൽപ്പാദിപ്പിച്ചു? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു. അതുവഴി എന്താണ്, വെള്ളം പമ്പ് ചെയ്ത് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇറിഗേഷൻ മീൻസ് കൃഷി. അങ്ങനെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചു. ഹെൽപ്പിംഗ് ദ വില്ലേജ് ഫൈറ്റ് ഹങ്കർ ആൻഡ് ബ്രിങ് ബാക്ക് ഹോപ്പ്. അങ്ങനെ കൃഷി ഉണ്ടായാൽ പിന്നെ എന്താണ്, സമൃദ്ധിയായി, അല്ലേ. അങ്ങനെ ആ വില്ലേജിൽ നല്ലൊരു കാലം വരാൻ വേണ്ടി തുടങ്ങി. പ്രതീക്ഷയുടെ ഒരു നല്ലൊരു കാലം വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈ വെള്ളം കിട്ടി, അല്ലെ, കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടിയപ്പോൾ അത് എന്തിനെതിരെ ഫൈറ്റ് ചെയ്തു? ഹങ്കർ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കെതിരെ പോരാടി. അങ്ങനെ നല്ലൊരു പ്രതീക്ഷയുടെ കാലം വരാനിരിക്കുന്നു. ഇനി അടുത്ത എന്താ പറഞ്ഞത്? വിത്ത് ഹിസ് വിൻഡ് മിൽ ദ വില്ലേജ് ഈസ് സ്ലോലി ഓവർകമ്മിങ് ദ ചാലഞ്ചസ് ഓഫ് ഡ്രോട്ട് ആൻഡ് സ്റ്റാർവേഷൻ. അങ്ങനെ ഈ കുട്ടിയുടെ ഈ വിൻഡ് മില്ല് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ്? സ്ലോലി ഓവർകമ്മിങ്, അല്ലേ, സാവധാനം അവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും അതേപോലെ തന്നെ എന്താണ് പറയുക, ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് കേൾക്കുമ്പോൾ അതിൽ ലാസ്റ്റ് എന്ത് പറയും? ഈ ന്യൂസ് കവർ ചെയ്ത ക്യാമറാമാനെയും പറയും, അതേപോലെ തന്നെ ആ റിപ്പോർട്ട് വായിച്ച ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെ, റിപ്പോർട്ട് അവതരിപ്പിച്ച ഒരാളുണ്ടാവും, അവരെയും പറയും. അപ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ദിസ് ഈസ് ആകാശ് ആൻഡ് വീണ
സൈനിങ് ഓഫ് ഫ്രം മലായ് അല്ലേ. ഇത് ആകാശം വീണയാണ്. എവിടെ നിന്നാണ്? മലായിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ന്യൂസ് റിപ്പോർട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് ഒരു ഹൈപ്പ് എന്നൊരു ബട്ടണും കൂടിയുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്